റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണല്ലേ നമ്മുടെ രാജ്യം. വയനാട്ടിലേക്കൊന്ന് പോവുകയാണ്. വയനാട്ടിൽ ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ അതിഥികൾ ഉണ്ടായിരുന്നു. കണിയാമ്പറ്റ സർക്കാർ വൃദ്ധ വികലാംഗ സദനത്തിലെ അന്തേവാസികളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അതിഥികളായി പരേഡ് കാണാൻ എത്തിയത്. റിപ്പബ്ലിക് ദിന പരേഡ് കാണാനുള്ള ഇവരുടെ ആഗ്രഹം ജീവനക്കാർ അറിയിച്ചപ്പോൾ ജില്ലാ കളക്ടർ പ്രത്യേക അതിഥികളായി ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. ആദ്യമായിട്ട് അവിടെ വരുന്നത്, ഇതെല്ലാം കാണുന്നത് ഇതേവരെ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വരികയാണ്, അതുകൊണ്ട് സന്തോഷമായി. സർക്കാരിൻ്റെ ഓൾഡ് ഏജ് ഹോമിലെ താമസക്കാരാണ് ഇവരാവശ്യപ്പെട്ട് ഇങ്ങനെ ഇതൊന്ന് കാണണമെന്ന്. അപ്പം ഞാൻ വിവരം മാഡത്തിനോട് കളക്ടറോട് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി അതിഥിയായി ഇവരെ സ്വീകരിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്. എല്ലാവരും ജില്ലാ ഭരണകൂടത്തിൻ്റെ അതിഥികളാണ്, സർക്കാരിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇവരും. എം കമലാണ് നമ്മുടെ കൂടെ ഉള്ളത്. കമൽ, ഇപ്പോൾ റിപ്പബ്ലിക് ദിനമൊക്കെയാണ് എങ്കിൽ തന്നെയും അവരുടേതായിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ, അതിനി ഏത് സ്ഥലത്താണെങ്കിലും അവരുടേതായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുമായിരിക്കും. മുൻ വർഷങ്ങളിലും ഇവരുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആ സ്ഥാപനത്തിൽ. പക്ഷേ ഇത്തവണ അവരവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതപ്പോൾ ജീവനക്കാരൊക്കെ തന്നെയും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. കളക്ടർ വിളിച്ചു, നിങ്ങൾ ഇങ്ങ് പോന്നോളൂ എന്ന് പറയുകയല്ല, അവരെ അവിടെ എത്തിച്ചത് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ, അതിഥികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ആ പരേഡിൽ കൊണ്ടിരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ അവർ ഈ ഒരു സമയത്തൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം അത്രത്തോളം നിറവേറ്റി കൊടുത്തു. അത് ഞങ്ങൾക്ക് കാണാനായല്ലോ എന്നുള്ള വലിയൊരു സന്തോഷം അവരുടെ ആ വാക്കുകളിൽ നിന്നും അവരുടെ മുഖത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നു. വയനാട് കണിയാമ്പറ്റയിൽ പ്രവർത്തിക്കുന്ന വൃദ്ധ വികലാംഗ സദനത്തിലെ അന്തേവാസികളാണ് കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ എത്തിയത്. ഇവർ കുറച്ചു ദിവസം മുമ്പ് ആ സ്ഥാപനത്തിൻ്റെ മേധാവിയും സാമൂഹ്യ ക്ഷേമ വകുപ്പിലെ സൂപ്രണ്ടുമായ പ്രജിത് കാരായിയോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു, പരേഡ് കാണണമെന്ന്. അദ്ദേഹം അത് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ജില്ലാ കലക്ടർ അവരെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അതിഥികളാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് രാവിലെ കണിയാമ്പറ്റയിൽ നിന്നും അവരെ കൽപ്പറ്റയിൽ എത്തിച്ച് മന്ത്രിയൊക്കെ സല്യൂട്ട് സ്വീകരിക്കുന്ന സ്റ്റേജിൻ്റെ വലതുവശത്തെ പന്തലിൽ അവരെ മുൻനിരയിൽ തന്നെ ഇരുത്തിയത്. വളരെ സന്തോഷത്തോടെയാണ് അവർ ഈ പരേഡ് കണ്ടത്. അവിടെയുള്ള കലാപരിപാടികളും ഒക്കെ വീക്ഷിച്ചാണ് മടങ്ങിയത്. നമുക്കറിയാം, ഇങ്ങനെയൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ ജീവിത സായാഹ്നത്തിലെത്തിയവരൊക്കെയാണ്. ആ മതിൽക്കെട്ടുകൾക്ക് പുറത്ത് ഒരു ജീവിതം ഇനി സ്വപ്നം കാണാനൊക്കെ പറ്റാത്ത ആളുകളാണ്. അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നടത്തിക്കൊടുക്കേണ്ടത് അധികൃതരുടെ കൂടി ചുമതലയാണ്. എന്തായാലും ആ ചുമതല ഈ സൂപ്രണ്ട് പ്രജിത്താണെങ്കിലും ജില്ലാ കലക്ടറാണെങ്കിലും ഒക്കെ നിറവേറ്റിയിരിക്കുന്നു. അവരെ ഈ പരിപാടിക്ക് കൊണ്ടുവന്നു. വളരെ സന്തോഷത്തോടെയാണ് അവർ മടങ്ങിയത്. ആ സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോഴും സർക്കാർ വൃദ്ധ വികലാംഗ സദനം എന്നാണ്. ആ പേര് പരിഷ്കരിക്കേണ്ട കാലമായി. പക്ഷേ 3 ജില്ലകളിലും സർക്കാർ ഈ സ്ഥാപനത്തിന് ആ പേര് തന്നെയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ അവരുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത്. ആഗ്രഹമൊന്നും ഇല്ലാത്ത മനുഷ്യരല്ല അവർ, അത് ഒന്നും കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് അവിടുത്തെ ജീവനക്കാർ നടത്തി കൊടുക്കുന്നു. നോക്കൂ, ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അതിഥികളായിട്ടാണ് അവർ ഇന്ന് പരേഡ് കാണാൻ എത്തിയത്. കമലാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.